നമസ്കാരം. ഫുട്ബോൾ ബീറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർസലോണ ഇന്നലെ 5-2 തകർപ്പൻ ജയം നേടി. പക്ഷെ അതുപോലെ തന്നെയാണ് മറ്റൊരു തകർപ്പൻ ജയം അവിടെ ജോൺ ലപ്പോർട്ട ഇലക്ഷന് നേടി. ഓൾമോസ്റ്റ് 69% അടുത്ത് വോട്ടിംഗ് നേടിക്കൊണ്ട് ആധികാരികമായി ലപ്പോർട്ട ജയിച്ച് വിക്ടർ ഫോണ്ടിനെ മറികടന്ന് ബാർസലോണയുടെ പ്രസിഡന്റ് വീണ്ടും ആയിരിക്കുകയാണ്. സോ കൺഗ്രാലേഷൻസ് ടു ജോൺ ലപ്പോർട്ട. സോ അവിടുന്ന് നമ്മൾ നേരെ മാച്ചിലോട്ട് വരാനായിട്ടാണ്. ബാർസലോണ ഇന്നലെ സെവിയ, നമുക്കറിയാം ഒരു ചെറിയ കടം ഉണ്ടായിരുന്നു ഫസ്റ്റ് ലെഗിൽ. ഓർമ്മ കാണും, ബാർസേനെ 4-1 അതും ആധികാരികമായി കീറി വിട്ട ഒരു മാച്ച് തന്നെയായിരുന്നു സെവിയ എവേ ഫിക്സർ നമ്മൾ കണ്ടതാണ്. അതിന് ചെറിയൊരു പ്രതികാരം 5-2 നമ്മൾ സെവിയനെ തോൽപ്പിച്ചുകൊണ്ട് ടോബിളിൽ നമ്മൾ 4 പോയിൻ്റ് ഗ്യാപ്പ് നിലനിർത്തിയിട്ടുണ്ട്. ആൻഡ് ഗാവി ഈ മത്സരത്തിൽ തിരിച്ചു വന്നു എന്നുള്ളതാണ് മാച്ചിലെ ബിഗസ്റ്റ് ഹൈലൈറ്റ്. 81-ാം മിനിറ്റിൽ ആൾ പിച്ചിൽ ഇറങ്ങിയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഡെസ്പറേറ്റ്ലി ഐ വാണ്ടഡ് റഫീന ടു സ്കോർ ആൻഡ് ഓപ്പൺ ബ്രേക്ക്. റഫീനയുടെ ഒരു മികച്ച പെർഫോമൻസ് ആവശ്യമായിരുന്നു. കാരണം ഇഞ്ചറിക്ക് ശേഷം റഫീന പഴയ റഫീന അല്ല എന്നൊരു ഫീലായിരുന്നു. ബട്ട് ഇന്നലത്തെ മാച്ചിൽ ത്രൂ ഔട്ട് ദ മാച്ച് ആളെ മാറ്റുന്നിടം വരെ പിച്ചിൽ നിറഞ്ഞാടുമായിരുന്നു റഫീന. ആൻഡ് സോ ഹാപ്പി ഫോർ റഫീന. റഫീനയുടെ ഹാട്രിക്കും വന്നു, അതുപോലെ ക്യാൻസലോയുടെ ഗോൾ വന്നു. ക്യാൻസലോ നിറഞ്ഞാടിയ മറ്റൊരു മത്സരം. സോ ഇന്നലെ ബാർസലോണയുടെ ലൈനപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ചേഞ്ചുകളുണ്ടായിരുന്നു. യമാലിനെ ബെഞ്ച് ചെയ്ത് പകരം റൂണി വന്നു. അതുപോലെ ചാവി എസ്പാട്ട് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ ഇത് രണ്ടുമാണ്. ബാക്കി നമ്മൾ നോക്കാനായിട്ടാണ് എക്സ്പെക്റ്റഡ്. ക്യാൻസലോ ലെഫ്റ്റ് ബാക്ക്, ജെറാഡ് മാർട്ടിൻ, കുബാർസി സെൻറ്റർ ബാക്ക്. മിഡ്ഫീൽഡിൽ പെഡ്രീനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ബെർണാലെ ഓൾമോയാണ് സ്റ്റാർട്ട് ചെയ്തത്. റഫീന ഓൺ ദ ലെഫ്റ്റ്, ലെവൻഡോസ്കി സെൻറ്റർ ഫോർവേഡായിട്ട്. സോ ഈ ഒരു മത്സരത്തിൽ ആദ്യം തന്നെ പെഡ്രി ഫാക്ടറി തുടങ്ങാം. സോ പെഡ്രി ക്ലിയർലി ഫുള്ളി ഫിറ്റ് അല്ലായിരുന്നു. പുള്ളി ആദ്യത്തെ മിനിറ്റ് തൊട്ട് നമുക്ക് കാണാൻ നമ്മുടെ സ്ഥിരം പെഡ്രി അല്ലാൻ മോന്ത കാണുമ്പോഴായിരുന്നു യു എസ് റിയലി ഫറ്റീഗ്ഡ്. ആൻഡ് ഹാഫ് ടൈമിൽ തന്നെ ഹാൻഡ് സേഫിലേക്ക് പെഡ്രീനെ മാറ്റി ഫെർമിൻ ലോപ്പസിനെ കൊണ്ടുവരികയും ചെയ്തു. ഐ ഡോണ്ട് നോ എന്തിന് മേ ബി പെഡ്രീനെ ഇറക്കിയ കോള് മേ ബി ചെറുതായിട്ട് പാളിയെന്ന് പറയേണ്ടി വരും. കാരണം പുള്ളിയും ഫറ്റീഗ്നെസ് കാണാൻ ഞാൻ ഹാഫ് ടൈമിൽ മാറ്റേണ്ടത് അത്യാവശ്യമായി മാറി. ആൻഡ് പെഡ്രീനെ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, പുള്ളി കൂടുതലും ഡീപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക. അതായത് ഹാൻഡ്സ് ഫ്ലിക്ക് കുറഞ്ഞതായിരിക്കും. ഓവർലി ഫൗളുകൾ റിസീവ് ചെയ്യാതിരിക്കാനും ഓവർലി എന്നാ പറയുക ഫിസിക്കാലിറ്റി യൂസ് ചെയ്യേണ്ട ആവശ്യം വരാതിരിക്കാനുണ്ടാകും. കുറച്ചുകൂടെ ഹയർ ഓഫ് ദ പിച്ചേഴ്സിലോട്ട് പെഡ്രീനെ പുഷ് ചെയ്യുന്നത്. എസ്പെഷ്യലി പല സിറ്റുവേഷനിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് സ്പേസ് ആ ഒരു സോൺസിലൊക്കെ ആൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഓൾമോ പെഡ്രിയിലും ഡീപ്പിലും ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ മേ ബി അതൊരു ചേഞ്ച് ഹാൻഡ്സ് ഫ്ലിക്ക് നോക്കിയതാവാം. ആൻഡ് ഫസ്റ്റ് ഹാഫ് തന്നെ മാറ്റി ക്ലിയർലി ഇറ്റ് വാസ് ക്ലിയർ പെഡ്രീനെ സെക്കൻഡ് ഹാഫ് ഇറക്കുന്ന റിസ്ക് ആണെന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് വീണ്ടും ഞാൻ ക്യാൻസലോ ഇതിലോട്ട് വരാൻ പറ്റും. നമ്മുടെ സെൻറ്റർ ബാക്ക് പെയറിംഗ് ആയ കുബാർസി ആൻഡ് ജെറാഡ് മാർട്ടിൻ എന്തുകൊണ്ട് ഇതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യണമെന്ന് വീണ്ടും പ്രൂവ് ചെയ്തൊരു മാച്ച്. ആദ്യത്തെ ഒരു 1-2 തവണ കുബാർസിയുടെ ഒരു മിസ് പാസ് ഉണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ കുബാർസി മിസ് പാസുകൾ നടത്തുമ്പോഴോ അല്ലെ ചെറിയൊരു ഫറ്റീഗ്നെസ് വരുമ്പോഴോ നമ്മൾക്ക് മനസ്സിലാവും, നമ്മൾ സ്ഥിരം കാണുന്ന ഇതായതുകൊണ്ട്. ആൻഡ് കുബാർസിയിൽ ഫറ്റീഗ്നെസ് ക്യാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഔട്ട്. പക്ഷെ പിന്നീട് ആൾ ഇന്നലെ 90 മിനിറ്റ്സും കളിച്ചു. ഫുൾ റെസ്റ്റ് കൊടുക്കാതെ ആളെ കളിപ്പിച്ചു. ആൻഡ് ആൾ ആ ഫുൾ മിനിറ്റും പിന്നീട് ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ അതിനുശേഷം ഹി വാസ് സോ ഗുഡ്. 95% പാസിങ് ആക്യുറസി ആയിരുന്നു. ആദ്യത്തെ മിനിറ്റുകളിൽ പുള്ളി 3-4 മിസ് പാസുകൾ നടത്തി. പിന്നെ പുള്ളി മാച്ച് നടത്തിയിട്ടില്ല. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. 7 ലോങ് ബോൾസ്, 10-ൽ 7 ആക്യുറേറ്റ് ലോങ് ബോൾസ് ആളിട്ടു. 7 പാസസ് ഇൻ ടു ദ ഫൈനൽ തേർഡ് as well. സോ ത്രൂ ഔട്ട് ദ മാച്ച് അതിൽ 4 ഹെഡഡ് ക്ലിയറൻസ് ഉണ്ടായിരുന്നു. 5 ക്ലിയറൻസ് ഉള്ളതായിരുന്നു. 4 ഹെഡഡ് ക്ലിയറൻസ്, 7 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ്, 2 ഡ്യൂവൽസ്, ഏരിയൽ ഡ്യൂവൽസ് വിൻ ചെയ്തു. സോ ത്രൂ ഔട്ട് ദ മാച്ച് കുബാർസി പിന്നെ ടോപ്പായി. അതുപോലെ തന്നെയാണ് ജെറാഡ് മാർട്ടിൻ എഗെയിൻ വാട്ട് എ പെർഫോമൻസ്. മാൻ സ്റ്റിക്ക് വിത്ത് ഹിം അറ്റ് സെൻറ്റർ ബാക്ക്. വീണ്ടും പറയുന്നൊരു കാര്യമാണ്. അവിടുന്ന് നമ്മൾ മാച്ചിലെ മെയിൻ താരങ്ങളോട്ടൊന്ന് വരാനായിട്ടാണ്. സോ ഇന്നലെ ബാർസലോണ ആദ്യത്തെയും രണ്ടാമത്തെയും ഗോൾ പെനൽറ്റി ത്രൂ ആണ് സ്കോർ ചെയ്തത്. അത് രണ്ടും വിൻ ചെയ്തത് ക്യാൻസലോ ആണ്. ഫസ്റ്റ് പെനൽറ്റി ക്യാൻസലോ വിൻ ചെയ്യുന്നു. ആൻഡ് അത് നമ്മൾ നോക്കാനായിട്ടാണ് റഫീന പനേക്കയിലൂടെ ഗോൾ സ്കോർ ചെയ്ത് 1-0 ലീഡാക്കുന്നു. സെക്കൻഡ് പെനൽറ്റി പലരും അതിൻ്റെ ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്. എനിക്ക് എന്തുകൊണ്ട് ആർഗ്യുമെൻറ്റ് വരുന്നു എന്ന് എനിക്കറിയത്തില്ല. കുറച്ചൊരു സ്ട്രീമിനിടയിൽ ചോദിച്ചതായിരുന്നു. ഇപ്പം ക്ലിയർലി ആണ് അവിടെ പ്ലെയർ ടാക്കിൾ ചെയ്യുമ്പം കൈ നീട്ടിയാൽ പോകുന്നെങ്കിൽ ഓക്കെ. പക്ഷേ അവിടെ കൈ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ക്യാൻസലോ അങ്ങോട്ടേക്ക് തിരിയുമ്പോഴേക്കും കൈ സ്ട്രെച്ച് ചെയ്യണം. സോ ആളുടെ കയ്യിൽ വീണാണ്. സോ അത് ഇൻറ്റൻഷനലി ആൾ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. സോ ക്ലിയർലി അതൊരു പെനൽറ്റി കൊടുക്കുന്നു. രണ്ടാമത്തെ പെനൽറ്റിയും റഫീനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് 2-0 ഒരു ലീഡ് നമ്മൾ നോക്കാനായിട്ടാണ് ബാർസലോണ എടുക്കുകയാണ്. സോ ബാർസലോണ ക്യാൻസലോനെ ആഡ് ചെയ്തതൊരു ഗെയിം ചേഞ്ചറായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും ഓക്കെ ബാളുടെയൊക്കെ ഒരു ബാക്കപ്പ്, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സംതിങ് എന്നുള്ളത് ഇത്രയും ബെറ്റർ ആവുമെന്ന് നമ്മൾ ഓർത്തില്ല. കാരണം
ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഡെക്കോ ആണെങ്കിലും ഇന്നലെ ഇലക്ഷൻ്റെ ആ സമയത്തിന് ശേഷം ക്യാൻസലോ സൈനിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ക്യാൻസലോ ഡെസ്പറേറ്റ് ആയിരുന്നു ബാർസയെ ജോയിൻ ചെയ്യാൻ, എപ്പോഴും ബാർസയ്ക്ക് വേണ്ടി കളിക്കണമെന്ന ആഗ്രഹം എപ്പോഴും തന്നോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. സോ തിരിച്ചു കൊണ്ടുവന്നു. നമുക്കറിയാം ക്യാൻസലോ പോയ എല്ലാ ക്ലബ്ബിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കോച്ചുകാരുണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ഇൻറ്റൻസിറ്റീനെ പല കോച്ച് ഓപ്പൺലി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ബാർസലോണയ്ക്ക് വേണ്ടി വരും ന്യൂ കാസിൽ മാച്ചൊരാളിലും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പുള്ളീനെ കുക്ക് ചെയ്തിരുന്നു 2-3 മൊമെൻറ്റ്സ് എലാങ്കയൊക്കെ. പക്ഷേ പുള്ളി ആ ഒരു എഫേർട്ട് ഇടുന്നുണ്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട്. ഇന്നലത്തെ മാച്ചിലാണെങ്കിലും പുള്ളി ഇപ്പം മാച്ച് ആഫ്റ്റർ മാച്ച് ഇപ്പം കളിച്ചോണെങ്കിൽ ഡിഫെൻസീവ്ലി പുള്ളി എഫേർട്ട് ഇടുന്നുണ്ട്. പുള്ളി ഡിഫെൻഡ് ചെയ്യുക പുള്ളിയുടെ സ്ട്രെങ്ത് അല്ല. സോ പല മൊമെൻറ്റ്സിനും പുള്ളീനെ നല്ല വിങ്ങേഴ്സ് ബീറ്റ് ചെയ്ത് പോകും, അത് ഫാക്റ്റാണ്. പക്ഷേ ആ ഒരു എഫേർട്ട് ആൾ ഇടുന്നുണ്ടല്ലോ, അത് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സോ ആൾ ആ ഇൻറ്റൻറ്റ് കാണിക്കുന്നുണ്ട് ഡിഫെൻസിൽ. അതിനോടൊപ്പം ആളുടെ ഫൈനൽ തേർഡിലുള്ള ഔട്ട്പുട്ടോടെ വരുമ്പോഴേക്കും ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. സോ ബാളുടെ ഈവൻ ഇഫ് റിക്കവറായി വന്നാലും ക്യാൻസൽ ഈ ഒരു പെർഫോമൻസ് ഈ ഒരു എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ബാളിലെ ടു ഗെറ്റ് ഇൻ ടു ദ ഫസ്റ്റ് ടീം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ബാളുടേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു മെൻറ്ററാണ് ഫൈനൽ തേർഡിൽ. നമുക്കറിയാം ക്യാൻസലോ ഇസ് സോ ഗുഡ്. സോ ഫൈനൽ തേർഡിൽ ബാളുടെ വീക്ക്നെസ് അവിടെയാണ്. സോ അവിടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ക്യാൻസലോനെ ഒരു മെൻറ്ററാക്കി കണ്ട് ബാളുടേക്ക് ക്ലിയർലി ഈഗോസോ മറ്റോ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ക്ലിയർലി പുള്ളി ക്യാൻസലോനെ ഒരു മെൻറ്ററായി കാണാം. ക്യാൻസലോ ഒരു മെൻറ്ററായിട്ട് ആക്ട് ചെയ്ത് ബാളുടെനെ ഡെവലപ്പ് ചെയ്യാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും മൂന്നാമത്തെ ഗോൾ വരുന്ന സിനാരിയോ കാണുന്നത്. ആൻഡ് മൂന്നാമത്തെ ഗോളിലോട്ട് വരുമ്പോഴേക്കും അതൊരു 1.5 മൂവായിരുന്നു. അവിടെ ജെറാർഡ് മാർട്ടിൻ്റെ ഈ ഒരു പാസ് ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാർക്ക് ബെർണാൽ ഈസ് നോട്ട് യുവർ ടിപ്പിക്കൽ നമ്പർ 6. പുള്ളി ഒരു മോഡേണിൻ്റെ 6 ആണ്. അതായത് നമ്മൾ റെക്ലൻ റൈസിൽ കാണുന്ന പോലെ അല്ലെ റോഡ്രിയിൽ ചില സിറ്റുവേഷൻ കാണുന്നത്, സ്പേസ് എങ്ങോട്ടുണ്ടോ ഒഫൻസീവ്ലി സ്പേസ് ഉണ്ടോ അവിടെ ടീംമേറ്റ് റൺ നടത്തുന്നില്ല, നമ്മൾ ബിൽഡപ്പിൽ നമ്മുടെ വിങ്ങേഴ്സ് ഡ്രോപ്പ് ചെയ്യുകയാണ്, മറ്റ് മിഡ്ഫീൽഡേഴ്സ് ഡ്രോപ്പ് ചെയ്യുകയാണ്, നമ്മുടെ അംബർട്ടൺ കുറച്ച് ബിൽഡപ്പിൽ ഇൻവോൾവ് ആണ്, അവിടെ ഒരു ചാനലിൽ സ്പേസ് കാണുവാണെങ്കിൽ ഹി വിൽ മേക്ക് ദാറ്റ് റൺ. അല്ല ഞാൻ DMF ആണ് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുക, അങ്ങനെയല്ല. ഒരു മോഡേൺ ഡേയിൽ നമ്മൾ ഡെക്ലൻ റൈസിലൊക്കെ കാണുന്ന പോലെ ആ ഒരു റൺ ബെർണാഡ് നടത്തും. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. അവിടെ ജെറാർഡ് മാർട്ടിൻ്റെ ഒരു 1.5 പാസ്സായിരുന്നത് ടു ബെർണാലാണ് ആ ലെഫ്റ്റ് ഹാൻഡ് ചാനലിലോട്ട് റണ്ണ് നടത്തുന്നത്. ആൻഡ് ബെർണാൽ ബോക്സിലോട്ട് വരുന്നു, ആൾ ക്രോസ് ഇടുകയാണ്. അവിടെ ഡാനി ഓൾമോനെ കാണുന്നതാണ്. ഡാനി ഓൾമോയിലോട്ടില്ല, ഡാനി ഓൾമോയുടെ ഫസ്റ്റ് ടൈം ഷോട്ട്. ബാർസലോണ ഹാഫ് ടൈമിന് മുമ്പ് തന്നെ 3-0 ഒരു ലീഡ് എടുക്കുന്ന ഒരു സിനാരി. ആൻഡ് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും റഫീന ഇപ്പോൾ സെക്കൻഡ് ഹാഫ് ആൾ ഹാട്രിക് കംപ്ലീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് റഫീന ഹീറ്റ് മാപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. യു വാസ് ത്രൂ ഔട്ട് ദ പിച്ച്. കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് ഇപ്പം ലാസ്റ്റ് ഗെയിമിലൊക്കെ മേ ബി എവേ ഫിക്സ്ചറുകളിൽ ഇതായിരിക്കാം നമ്മൾ നോക്കുന്നത്, ഒരു എക്സ്ട്രാ ഡിഫൻസീവ് കവർ. ലെറ്റ്സ് എവേ ഫിക്സ്ചറുകൾ നമുക്ക് ഡോമിനേറ്റ് ചെയ്തില്ലെങ്കിലും ഡിഫൻസീവ്ലി ഓർഗനൈസ്ഡ് ആവുക, ഗോളുകൾ അധികം കൺസീഡ് ചെയ്യാതിരിക്കുക, അതാണോ നമ്മുടെ എയിമെന്ന് അറിയത്തില്ല. ഇന്ന് കഴിഞ്ഞ ന്യൂകാസിൽ ഫസ്റ്റ് ലെഗ് പോസ്റ്റ് മാച്ചിന് ശേഷമുള്ള ഫ്ലിക്കിൻ്റെ ആണെങ്കിലും മറ്റ് പ്ലേയേഴ്സിൻ്റെ ആണെങ്കിലും റെസ്പോൺസ് ചെയ്ത് നമുക്ക് തോന്നിയൊരു കാര്യമാണ്. ബാക്ക് ഫുട്ടിലാണെങ്കിൽ ലെറ്റ്സ് ഡിഫെൻഡ്, നമുക്ക് അധികം കൺസീഡ് ചെയ്യാതിരിക്കാം, കുറച്ച് പ്രൊട്ടക്റ്റീവ് ആവാം എന്നൊരു മെൻറ്റാലിറ്റിയിലോട്ട് ടീം മാറിയോ എന്ന് എനിക്കറിയത്തില്ല. മാറിയിട്ടുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ടു ഹാവ്. പക്ഷേ ആ മാച്ചുകളിൽ നമ്മൾ റഫീന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ റഫീനയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? സെൻട്രൽ ഏരിയാസിൽ എസ്പെഷ്യലി ക്ലോസർ ടു ദ സ്ട്രൈക്കർ കളിക്കുക, ആ ഹാഫ് സ്പേസിലൂടെയുള്ള റൺസ്. ഇന്നലത്തെ മാച്ചിൽ പലപ്പോഴും ലെവൻഡോസ്കി ബക്കായിട്ട് ഡീപ്പ് ചെയ്തിട്ട് റഫീന വാസ് ദ ലാസ്റ്റ് മാൻ മേക്കിംഗ് ദോസ് റൺസ് ഇൻ ടു ദ ബോക്സ്. സോ റഫീനയുടെ സ്ട്രെങ്ത് അതാണ്, റൺസ് ഇൻ ടു ദ ബോക്സ്. ഹി നീഡ്സ് ടു ബി ദാറ്റ്. ആൻഡ് അത് തന്നെ ഇന്നലെ റഫീനയുടെ സ്ട്രെങ്തിൽ നമ്മൾ കളിപ്പിച്ച് ത്രൂ ഔട്ട് ദ മാച്ച് ആളെ മാറ്റുന്നിടം വരെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, കോൺസ്റ്റൻ്റ്ലി റൺസ് വരുന്നുണ്ടായിരുന്നു, പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു അഗ്രഷൻ വരുന്നുണ്ടായിരുന്നു. സോ ആ റഫീനയുടെ ബെസ്റ്റ് വേർഷൻ, റഫീനയുടെ സ്ട്രോങ്ങസ്റ്റ്, നമ്മൾ പറയില്ല ഒരു പ്ലെയറിനെ തൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഏരിയ കളിപ്പിക്കുമ്പോഴാണ് ആൾ കൂടുതൽ ത്രൈവ് ചെയ്യുന്നത്. അത് തന്നെ റഫീന ഇന്നലെ ത്രൈവ് ചെയ്തു. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഐ തിങ്ക് ന്യൂകാസിൽ അറ്റ് ഹോമാണ്, മേ ബി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്യാൻസലോനെ ഏൽപ്പിച്ചിട്ട് നമുക്കൊരു റിസ്ക് എടുക്കാം. റഫീനയുടെ പുള്ളിയുടെ സ്ട്രോങ് റോൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും പറ്റുമെന്ന് തോന്നുന്നുണ്ട്. സോ അതായിരിക്കും നമ്മൾ നോക്കുക, അത് തന്നെ ചെയ്യുമായിരിക്കും. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലെവൻഡോസ്കി ഡ്രോപ്പ് ചെയ്ത് ഇൻവോൾവ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ലെവൻഡോസ്കി ഈ മാച്ചിനും ഫെറാൻ ടോറസ് 1 മിനിറ്റ് പോലും കളിച്ചിട്ടില്ല. സോ ഫ്ലിക്കിന് ഫെറാൻ ടോറസ് കഴിഞ്ഞ മാച്ചിലും 87-88 മിനിറ്റിലാണ് ഫെറാൻ ടോറസ് എടുക്കുന്നത്. ഇനിയിപ്പം നേരെ ന്യൂകാസിൽ സെക്കൻഡ് ലെഗിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്യുക ആയിടോണോ. ബട്ട് ഫെറാൻ ടോറസിലുള്ള ട്രസ്റ്റ് ഫ്ലിക്കിന് പോയ ലക്ഷണമാണ് കാണുന്നത്. സോ ലെവൻഡോസ്കിനെ പുള്ളി ട്രൈ ചെയ്യുകയാണ്. പക്ഷേ ലെവൻഡോസ്കി ആണെങ്കിലും നമുക്കറിയാം ഓൾഡ് ലെവൻഡോസ്കി അല്ല. സോ ആൾ ഡ്രോപ്പ് ചെയ്യുന്നു, ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ആളുടെ ഫസ്റ്റ് ടച്ചുകൾ പലപ്പോഴും ഹെവി ആവുകയാണ്. ഫൈനൽ തേർഡിൽ ഇപ്പോൾ ഇന്നലത്തെ മാച്ചിനാണെങ്കിലും ഹാഫ് ടൈം എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം ലെവൻഡോസ്കിക്ക് 4 ആക്കാനായിട്ടൊരു സുഖം ഹെഡർ ചാൻസ് ഉണ്ടായിരുന്നു, ആരും മിസ് ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫെർമിൻ ലോപ്പസ് റിലീസ് ചെയ്തൊരു പാസ് ഉണ്ടായിരുന്നു. ലെവൻഡോസ്കി സ്കോർ ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പുള്ളൊരു സിറ്റുവേഷൻ, പക്ഷേ ആളടിച്ചത് വൈഡ് കളിയാണ്. സോ അങ്ങനത്തെ കുറേ മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ലെവൻഡോസ്കി ഈസിലി 3-4 ഗോൾ അടിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. സോ നിങ്ങൾ ഈ മാച്ചിൽ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ 7 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യില്ല, 3 മിസ് ചെയ്തു. ആ 3 മിസ് ചെയ്ത പ്രോബ്ലി ലെവയുടെ ആയിരിക്കും. ഒരെണ്ണം അറോഹോൻ്റെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. പക്ഷേ അതിനേക്കാൾ മുമ്പ് ലെവയുടെ ഈ ഒരു ലാക്ക് ഓഫ് ക്ലിനിക്കൽനെസ് അപ്പ് ഫ്രണ്ട്
ഫാക്ടറാണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഫെറാൻ ടോറസിലും ബെറ്റർ ഫിനിഷറാണ് ലെവൻഡോസ്കി, അക്കാര്യത്തിൽ ഔട്ടിൽ ഈവൻ അറ്റ് ദി സ്റ്റേജ്. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ ഈ നമ്മുടെ 2 സ്ട്രൈക്കേഴ്സും ലീഗയിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ മിസ് ചെയ്ത ബിഗ് ചാൻസുകൾ മിസ് ചെയ്ത ടോപ്പ് 5 പ്ലെയേഴ്സിൽ ലെവൻഡോസ്കിയും ഉണ്ട്, ഫെറാൻ ടോറസും ഉണ്ട്. ഫെറാൻ ടോറസ് 1ാം സ്ഥാനത്താണ്, ലെവൻഡോസ്കി എനിക്ക് തോന്നുന്നു 3ാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ ഉണ്ട്. സോ 2 പേരും കൺസേണിങ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ. ആൻഡ് ചാമ്പ്യൻസ് ലീഗ് അടിക്കണമെങ്കിൽ നമുക്കറിയാം നമുക്ക് സ്ട്രൈക്കർ ക്ലിനിക്കൽ ആവേണ്ട ആവശ്യമുണ്ട്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, അത്ര ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് 4ാമത്തെ ഇപ്പം ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് അവരൊരു ഗോൾ സ്കോർ ചെയ്തു. ആ ഒരു ആഡ് ഓൺ ടൈമിലാണ് അത് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ റിയലി ബാഡായിരുന്നു ഡിഫെൻസീവ്ലി. കുറേ തവണ ആ ഒരു ഗോൾ മണക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ആഡ് ഓൺ ടൈമിൽ നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു ഗോൾ വന്നു. ആൻഡ് ഹാഫ് ടൈം കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിൽ തന്നെ റെഫീൻ ഇപ്പോൾ ഫെർമിൻ ലോപ്പസ് വന്നു. ആൻഡ് ഫെർമിൻ ലോപ്പസ് സെക്കൻഡ് ഹാഫിൽ 1.5 ഇമ്പാക്റ്റ് ആയിരുന്നു കേട്ടോ. ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു പാസ് ഒരു പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്ത ഒരാൾ പാസ് ചെയ്യുന്നു, റെഫീനയിലോട്ട് ചെല്ലുന്നു. റെഫീനയുടെ ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയിട്ട് കയറുകയാണ്. ബാർസലോണ 4ാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു, 4-1 ആക്കുന്നു. പിന്നീട് ക്യാൻസലോയ്ക്ക് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ഗോൾ ക്യാൻസലോയും സ്കോർ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ക്യാൻസലോ ഇപ്പോൾ ലെവൻഡോസ്കിയും റഫീന ഇൻവോൾവ് ആയിരുന്നു. ഇപ്പോൾ റഫീന ലെഫ്റ്റിൽ നിന്നും ലെവൻഡോസ്കിനോട് കൊടുക്കുന്നു. ലെവൻഡോസ്കിന് നമുക്ക് നോക്കാനായിട്ടാണ് ഒരു ഡമ്മി നേരെ ക്യാൻസലോയിലോട്ട് എത്തുന്നു. ക്യാൻസലോ അവിടുന്ന് ക്യാരി ചെയ്യുന്നു, ഫൈനൽ തേർഡിലോട്ട് എത്തുന്നു. ആളെടുക്കുന്ന ഒരു ഷോട്ട് ഒപ്പോണൻ്റെ ഡിഫൻഡറിൻ്റെ കാലെ കൊണ്ടാന്ന് കയറുന്നത്. ബട്ട് ഇറ്റ്സ് ക്യാൻസലോയുടെ ഗോൾ തന്നെയാണ്. 5ാമത്തെ ഗോൾ ബാർസലോണ സ്കോർ ചെയ്യുകയാണ്, 5-1 ആക്കുന്നു. സോ പിന്നീടാണേലും ക്ലിയർലി ഹാൻസി ഫ്ലിക്ക് പോസ്റ്റ് മാച്ച് വന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഹി വാസ് നോട്ട് ഹാപ്പി വിത്ത് ഓവറോൾ പെർഫോമൻസ് എന്ന് ആൾ പറഞ്ഞിരുന്നു. വൺ ഓഫ് ദ റീസൺ ആ സെക്കൻഡ് ഗോളും നമ്മൾ ആഡ് ഓൺ ടൈമിൽ കൺസീഡ് ചെയ്തു. അതും നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ആഡ് ഓൺ ടൈമിൽ സെക്കൻഡ് ഹാഫിൽ ആഡ് ഓൺ ടൈമിൽ നമ്മൾ കൺസീഡ് ചെയ്തു. പക്ഷേ വേറെ മൊമെൻറ്റ്സിൽ നമ്മൾ ക്ലിനിക്കൽ അല്ലായിരുന്നതും പുള്ളിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട്. കാരണം ഹി വാണ്ടഡ് മോർ ഗോൾ. ബാർസലോണ ഇങ്ങനെ ഒരു 5-2, 6-2, 7 ആ ഒരു രീതിയിൽ ഗോളുകൾ അടിച്ചിട്ട് കുറച്ച് മാച്ചുകളായി. സോ ക്ലിയർലി റഫീനെ പുള്ളി 80 മിനിറ്റിന് ശേഷം പിച്ച് നിർത്തുന്നു. ലെമാനിനെ പുള്ളി റൂണിക്ക് വരം കൊണ്ടിരുന്നു. പല പ്ലേയേഴ്സിനെ അവിടെ നിർത്തിക്കൊണ്ട് ഈ ടീമിനോട് അടുത്ത ഗോൾ പുഷ് ചെയ്യാനായിട്ട് തന്നെ ആവശ്യപ്പെടുന്നതാണ്. നമ്മൾ ആ ഒരു ഗോളിന് വേണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. ഈവൻ അറോഹോനെ പിച്ചിലിറങ്ങിയതിന് ശേഷം അറോഹോൻ്റെ ഒരു സിറ്റർ ഹെഡർ മിസ്സുണ്ട് കോർണർ കിക്കിലൂടെ. സോ അങ്ങനെ റഫീനയ്ക്ക് ഒരു അസിസ്റ്റ് കിട്ടേണ്ടതായിട്ടാണ്. സോ അങ്ങനെ പല മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു. ഹാൻസി ഫ്ലിക്ക് ക്ലിയർലി നമുക്ക് കാണാമായിരുന്നു ഹി വാസ് നോട്ട് ഹാപ്പി നമ്മൾ ഈ ചാൻസുകൾ മിസ് ചെയ്യുന്നതിൽ. സോ ക്ലിനിക്കലാവാനത് മേ ബി പുള്ളിനെ ഫ്രസ്ട്രേറ്റ് ചെയ്തതാണ്. കൂടാതെ അനാവശ്യമായിട്ട് പ്രോബ്ലി 2 ഗോൾ കൺസീഡ് ചെയ്തതും ഇത് ചെയ്തതാണ്. ചാവി എസ്പാർട്ടിൻ്റെ ഡെബ്യൂട്ട് ഇന്നലെ നടത്തിയിരുന്നു. സോ ചാവി എസ്പാർട്ട് ലീഗയിൽ ആൻഡ് ഹി വാസ് ഓക്കെ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇന്നലെ 100% സക്സസ്ഫുൾ ഡ്രിബിൾസ് ഉണ്ട്, 9 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് 10 ഗ്രൗണ്ട് ഡ്യൂവൽസും വിൻ ചെയ്തു, 3 ഏരിയൽ ഡ്യൂവൽസും വിൻ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ദെയർ വെയർ മൊമെൻറ്റ്സ് കുറച്ച് ഷെയ്ക്കായിട്ട് പതിനെ തോന്നിയെങ്കിലും പക്ഷേ അസ് ഗെയിം വെൻ്റ് ഓൺ പുള്ളി ഗെയിമിലോട്ട് വന്നു. ഒരു കാര്യം ക്ലിയർ ആണ്, ഹീസ് ടെക്നിക്കലി സോ ഗുഡ്. പുള്ളിയുടെ ഫസ്റ്റ് ടച്ചുകൾ കൊള്ളാം. ഹി ലൈക്സ് ടു ടേക്ക് ഓൺ പ്ലേസ്. പക്കയായിട്ട് നമുക്ക് ന്യൂകാസിൽ മാച്ചിലും കണ്ടാണ്. ഇനി ഈ മാച്ചിലും സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ചെക്കന് കോൺഫിഡൻസ് കിട്ടിയപ്പോൾ തോന്നിയൊരു കാര്യമാണ് ഹി ലൈക്സ് ടു ടേക്ക് ഓൺ പ്ലേസ്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് റിയലി പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഒരു ഫുൾ ബാക്ക് ഹു ലൈക്സ് ടു ടേക്ക് ഓൺ പ്ലേയേഴ്സ് ഗെയിം ചേഞ്ചർ ആയിരിക്കും. സോ ഫൈനൽ തേർഡിലും കൂടെയും പുള്ളി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് അറിയുവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഫൺ ടു സീ. സോ ലെറ്റ്സ് സീ. ഐ തിങ്ക് ചാവി എസ്പാർട്ടിന് മിനിറ്റ്സ് ഇന്നിങ് കിട്ടും ഈ സീസൺ. ആ ഒരു കോൺഫിഡൻസ് ആൾ കൊടുത്തിട്ടുണ്ട്. എറിക് ഗാർഷ്യയ്ക്ക് ഫുൾ റെസ്റ്റ് കൊടുത്തു. ഫെറാൻ ടോറസ് റെസ്റ്റ് ആയിരുന്നു, അതോ യൂസ് ചെയ്യാനാണോ ഐ ഡോണ്ട് നോ, യൂസ് ചെയ്തില്ല. റൂണി ബർദാജെ എഗെയിൻ ഇന്നലത്തെ പിച്ചിലായിട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്ത പ്ലെയർ വീണ്ടും റൂണിയാണ്. ബട്ട് നമുക്ക് ഓവർലി ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്ക് വളരെ കുറച്ച് മിനിറ്റ്സാണ് കിട്ടുന്നത്. സോ പുള്ളിക്ക് ഇമ്പ്രസ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇനിയും വരട്ടെ, അത്ര ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ. സോ എഗെയിൻ എ ക്ലിനിക്കൽ പെർഫോമൻസ് 5-2. ക്ലിനിക്കലല്ല, ഐ തിങ്ക് ആ 2 ഗോൾ അവോയ്ഡ് ചെയ്യായിരുന്നു. അല്ലാതെ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ഫൈനൽ തേർഡിലും കുറച്ച് വേസ്റ്റ്ഫുൾ ആയിരുന്നു. അല്ലാതെ നോക്കാനായിട്ടാണ് എ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം ബാർസ. 5-2 ഫ്രം ബാർസലോണ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഒരു ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡായിരുന്നു ഇന്നലെ പ്ലേയേഴ്സിൻ്റെ എല്ലാം പിച്ചിൽ. ആൻഡ് ഗ്യാവി 81ാം മിനിറ്റിൽ തിരിച്ചു വന്നതും ഒരു 1.5 മൊമെൻറ്റ് തന്നെയായിരുന്നു. നമുക്കറിയാം ആംബാൻഡ് ഗ്യാവി ഇറങ്ങിയപ്പോൾ തന്നെ അറോഹോ കൊണ്ട് ഗ്യാവിക്ക് കൊടുത്താൻ ഫാൻസൊക്കെ സ്റ്റേഡിയത്തിൽ ഗ്യാവി ഷൗട്ടിലൂടെയൊക്കെ വേറെ വൈബാക്കുമായിരുന്നു. സോ അവിടെ നമ്മൾ നേരെ മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇന്നലെ ലിവർപൂള് പത്തറ്റിക്കായിട്ടുള്ളൊരു പെർഫോമൻസ് ആൻഫീൽഡിൽ ടോട്ടനാം ഹോട്ട്സ്പറിന് അഗേൻസ്റ്റ് കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ ലിവർപൂൾ ഇറക്കിയ ലൈനപ്പ് 1-1 സമനിലയായിരുന്നു. ലിവർപൂൾ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. സബോസ്ലൈ, ഫ്രിംപോങ്, മക്കലിസ്റ്റർ, ഗ്രാവംബർഗ്, റിയോ ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു. ഗ്യാക്പോ സെൻട്രൽ ഫോർവേഡായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പുള്ളി സലേനെ ബെഞ്ച് ചെയ്തു, എക്കിറ്റിക്കേനെയും ബെഞ്ച് ചെയ്തു. ആൻഡ് ബാക്ക് ഫോറിൽ ഗോമസ് ആണ് വാണ്ടേക്കിനോടൊപ്പം സ്റ്റാർട്ട് ചെയ്തു. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും അപ്പുറത്ത് അതും കൂടെ പറയേണ്ട ആവശ്യമുണ്ട്. ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ ലൈനപ്പ് നിങ്ങൾ ഇവിടെ നോക്കുക. പെഡ്രോ പോറോ, ഡ്രാഗൂസിൻ, അതുപോലെ തന്നെ ഡാൻസോ, സൂസനെ സ്റ്റാർട്ട് ചെയ്തു മിഡ്ഫീൽഡിൽ, ടെല്ലിനെ മിഡ്ഫീൽഡിൽ ഇടേണ്ടി വന്നു, സാർ മിഡ്ഫീൽഡിൽ, ഗ്രേ ഫ്രണ്ടിൽ, റിച്ചാർഡ്സൺ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ
ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ ക്ലിയർലി ഒരു വീക്കായിട്ടുള്ളൊരു ടീമാണ് ടോട്ടനാമിൻ്റെ ബെഞ്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചാവി സിമൻസും കോളോമോനിയും മാത്രമായിരുന്നു സബ്ബായിട്ടുണ്ടായിരുന്നു. 7 സബ്സ് അവർക്ക് ആപ്പാടെ ഉള്ളത്. അതിലെ 2 ഗോൾ കീപ്പേഴ്സാണ്. ഈ 2 പ്ലേയേഴ്സേ ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് ഉള്ളൂ. ബാക്കി 5 പ്ലേയേഴ്സും ഗോൾ കീപ്പേഴ്സ് 2 പേരും ബാക്കി 3 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സും അക്കാഡമി പ്രോഡക്ട്സാണ്. സോ ഒരു പ്രോപ്പർ ബെഞ്ച് പോലും ഇല്ല ടോട്ടനാം. സോ അവർക്ക് അഗെയിൻസ്റ്റ് ടോട്ടനാം ഹു ഹാസ് ബീൻ സ്ട്രഗ്ലിങ്, ഈവൻ അവരുടെ ഹോം മാച്ചുകളിൽ പോലും വന്ന് എല്ലാവരും തോൽപ്പിച്ചുകൊണ്ട് പോകുന്നൊരു ടോട്ടനാം ആൻഫീൽഡിൽ വന്നൊരു പോയിൻ്റ് എടുത്തുകൊണ്ട് പോയി. സോ ലിവർപൂൾ ഇന്നത്തെ മാച്ചിൽ സബോസ്ലൈയുടെ ഒരു നല്ല ഫ്രീ കിക്കിലൂടെ ലീഡ് എടുത്തു. ഇറ്റ് വാസ് എ റിയലി ഗുഡ് ഫ്രീ കിക്ക്. മേ ബി വിക്കാരിയോ ഷുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് പറയാം, പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫ്രീ കിക്ക്. സബോസ്ലൈ അഗെയിൻ സ്കോർസ് 1-0 ലീഡ്. പിന്നീട് ഫസ്റ്റ് ഹാഫിൽ മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഗ്രാംബർഗിൻ്റെ ആയിരുന്നു ആരുടെ ഒരു ഷോട്ട്, ഒരു 1.5 സേവ്, ഫിംഗർ ടിപ്പ് സേവിൽ ബാറി തട്ടി പോകുന്ന ഒരു സിനാരിയോ ഉണ്ട്. പക്ഷേ ഹാഫ് ടൈമിൽ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് റിച്ചാർഡ്സൻ്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഹി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ ദർ, വൈഡിലോട്ട് പോകുന്നു. പിന്നെ ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് കിട്ടിയ ഒരു കോർണർ കിക്ക് റിച്ചാർഡ്സൻ്റെ, മറ്റൊരു ഹെഡർ അലിസൺ സേവ് ചെയ്യുന്നുണ്ട്. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും കുറച്ച് ചേഞ്ചുകളൊക്കെ വന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് സല പിച്ചിലോട്ട് ഇറങ്ങി ആൾ ഇൻസ്റ്റൻ്റ്ലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പോലെ തോന്നി. ആൾ കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തി. പക്ഷേ ഈ ചാൻസുകളൊന്നും കൺവേർട്ട് ചെയ്യുന്നില്ല. ഫൈനൽ തേർഡിൽ എത്തിയതിനു ശേഷം വേസ്റ്റ്ഫുൾ. ഇപ്പോൾ സലക്കൊക്കെ ഈ ഒരു ആംഗിളിൽ ഇപ്പോൾ ട്രാഗൂസിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഇവിടെ നിന്ന് സല ഷുഡ് ഡു ബെറ്റർ അല്ലേ, പക്ഷേ അവിടെ റിഫ്ലക്റ്റഡ് ആയാണ് വെളിയിലോട്ട് പോകുന്ന കോർണർ കൊടുത്തില്ല. പക്ഷെ അവിടെ നിന്ന് മിസ് ചെയ്യുകയാണ്. കൂടാതെ എക്കിറ്റിക്ക് ഇറങ്ങിയിരുന്നു, എക്കിറ്റിക്ക് ചാൻസ് കിട്ടുന്നു, ഗ്യാക്പോയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ഈവൻ റിയോ ഹാഡ് എ ഗുഡ് ചാൻസ്, പുള്ളി അതടിച്ച് വെളിയിൽ കളയുന്നു. സോ കുറേ ചാൻസുകൾ കിട്ടി. അപ്പുറത്ത് ടോട്ടനാം ഇതിൻ്റെ ഇടയ്ക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മോമെൻ്റ് ഉണ്ടായിരുന്നു, മേ ബി റിച്ചാർഡ്സനൊക്കെ കോൺസ്റ്റൻ്റ്ലി ത്രെട്ടായിരുന്നു ഈ മാച്ചിൽ, കോൺസ്റ്റൻ്റ്ലി ഇൻ ബിഹൈൻഡ് റൺസ് നടത്തുമായിരുന്നു. കാരണം 2 ടീമിൻ്റെയും ഓഫ് ദ ബോൾ സ്ട്രക്ചർ റിയലി ബാഡ് ആയിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ ഒരു ബാസ്ക്കറ്റ് ബോൾ മാച്ച് പോലെയായിരുന്നു. കാരണം നേരെ വിക്കാരിയോ ഗോൾ കിക്ക് എടുക്കുന്നു, ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡില്ല, ബൈപ്പാസ് ചെയ്യുന്നു, ഫൈനൽ ഫേസിലോട്ട് എത്തുന്നു, റിച്ചാർഡ്സൺ അടിച്ച് വെളിയിൽ കളയുന്നു, അല്ലെങ്കിൽ വാണ്ടൈക്ക് ബ്ലോക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നേരെ തിരിച്ചും ലിവർപൂൾ വരുന്നു, നേരെ ഫൈനൽ ഒരു സ്വിച്ച് ഓഫ് പ്ലേ, ഗ്രാംബർഗോ അല്ലെങ്കിൽ വൈഡിൽ നിന്ന് ഫുൾ ബാക്കോ ഒരു സ്വിച്ച് ഓഫ് പ്ലേ ടു സല ബോക്സിലോട്ട് കിടക്കുന്നു, ക്രോസ് ഇടുന്നു, വെളിയിലോട്ട് പോകുന്നു. സോ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. കാരണം 2 ടീമിന് സ്ട്രക്ചർ ഇല്ല. ടോട്ടനാമിൻ്റെ കാര്യം നമുക്കറിയാം, ദേ ആർ ലൈക്ക് ദാറ്റ്. ബട്ട് ലിവർപൂൾ ഇപ്പോൾ ലാസ്റ്റ് സീസണൊക്കെ നമ്മൾ ലിവർപൂളിനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ലിവർപൂൾ ഓഫ് ദ ബോൾ ഒരു 4-2 മാറുന്നു, അല്ലെങ്കിൽ ഈ സീസൺ സ്റ്റാർട്ടിലാണ് 2-4-4 വിത്ത് ദ ബോൾ അവർ അഗ്രസീവ് ആവാൻ നോക്കുന്നു. അങ്ങനെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ബട്ട് റൈറ്റ് നൗ അങ്ങനെ പറയാനേ ഇല്ല. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നില്ല, ലൈൻ ഫോം ചെയ്യുന്നില്ല. അതെല്ലാം ക്ലിയർലി കോച്ചിൻ്റെ തന്നെ കുഴപ്പമാണ്. അതിന് കോച്ച് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പ്ലേയേഴ്സ് മനഃപൂർവ്വം ഫോളോ ചെയ്യാത്തവൻ ഐ ഡോണ്ട് നോ. പക്ഷേ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ പിച്ചിൽ കൊടുക്കുന്നുണ്ടോ ഐ ഡോണ്ട് നോ. കാരണം കാണാനില്ല ആ ഒരു സ്ട്രക്ചർ, വിത്ത് ദ ബോൾ, ഓഫ് ദ ബോൾ, അങ്ങനെ നമ്മൾ ഓരോ സ്ട്രക്ചേഴ്സ് പറയില്ല. അത് കോച്ചിങ്ങിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അത് കാണാനില്ല. ഓക്കെ, ഓൺ ദ സ്പോട്ട് പ്ലേയേഴ്സ് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ക്ലിയർലി ലാക്ക് ഓഫ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ കോച്ച് ഈ ടീമിൽ കാണാനുണ്ട് ലിവർപൂൾ. അപ്പുറത്ത് ടോട്ടനാമിൻ്റെ പിന്നെ ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. അവരുടെ എക്സ്പെക്റ്റഡ് ആണ്. ഇത് 13 പ്ലേയേഴ്സ്, 10 ഇഞ്ചറീസ്, 3 സസ്പെൻഷൻസ്, ആൻഡ് വി ഗോട്ട് ടു ഡോർ പോലത്തെ ഒരു പുതിയ കോച്ച്, ആൻഡ് ദേ ഡോണ്ട് ഹാവ് എ സ്ട്രക്ചർ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ടോട്ടനാമിൻ്റെ കാര്യം നമുക്കറിയാം. ബട്ട് ലിവർപൂളിൻ്റെ കാര്യമാണ്. ഇപ്പം നിങ്ങൾ പോയിൻറ്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ ബോത്ത് ലിവർപൂൾ ആൻഡ് ചെൽസി 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ 5th സ്പോട്ടിൽ കയറിക്കോ, 4th സ്പോട്ടിൽ കയറിക്കോ, അപ്പുറത്ത് ആസ്റ്റൺ വില്ലയും താഴോട്ട് ഇറങ്ങി വരുന്നു. സോ ഈവൻ ഒട്ടും കൺസിസ്റ്റൻ്റ് ആവാതെ പത്തറ്റിക് പെർഫോമൻസ് കൊടുത്തുകൊണ്ടും ചെൽസിക്കും ലിവർപൂളിനും പ്രോബബ്ലി നെക്സ്റ്റ് ഇയർ ചാമ്പ്യൻസ് ലീഗ് കിട്ടും. സോ അതാണ് ഇപ്പോഴത്തെ പ്രീമിയർ ലീഗിൻ്റെ അവസ്ഥ. അത്രയ്ക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അത്രയ്ക്കും എന്നാ പറയുക, ക്ലബ്ബുകൾ ആ 4th and 5th സ്പോട്ടിന് വേണ്ടി മത്സരം കുറവാണ്. ബേസിക്കലി ഇറ്റ്സ് ബിറ്റ്വീൻ 3 ക്ലബ്സ്. അതിൽ ആസ്റ്റൺ വില്ലയും പത്തറ്റിക്കാണ്. സോ അതാണ് ഇപ്പോഴത്തെ അവസാനം. ഗോൾ ലാസ്റ്റ് കൺസീഡ് ചെയ്ത രീതി നിങ്ങൾ നോക്കുക. ലാസ്റ്റ് വന്നപ്പോഴേക്കും ഒരു 80 മിനിറ്റ്സ് കഴിഞ്ഞു, ഡിഫൻസീവ് അപ്രോച്ചിലോട്ടൊക്കെ സ്ലോട്ട് പോയി, എല്ലാവരും സിറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങി. വിക്കാരിയോടെ ഒരു ലോങ് കിക്ക് നേരെ അവിടെ ഗോമസ് ആണ് അവിടെ ക്ലിയർ ഫേവറേറ്റ് ടു വിൻ ദാറ്റ്. പക്ഷേ അവിടെ ഒരു മെസ്സ് ഉണ്ടാക്കുകയാണ്. കോളോമോനിയുടെ പ്രസ് വീഴണം. കോളോമോനി അത് ബോളുമായിട്ട് കയറുന്നു. അതിന് ഇവിടെ റിച്ചാർഡ്സൺ വരുമ്പോഴേക്കും നിങ്ങൾ നോക്കുക, സബോസ്ലൈ, ഗ്രാംബർഗ് 2 പേരും, ഇവൻ യു ക്യാൻ ആർഗ്യൂ ഫോർ വാൻ ഡൈക്കിൻ്റെ പൊസിഷനിങ് എല്ലാം ചോദിക്കാം. ബട്ട് അവർ 2 പേരും റിച്ചാർഡ്സൻ്റെ മാർക്ക് ചെയ്യുന്നില്ല. അവിടെ സ്ലീപ്പ് ചെയ്യണം. അവിടെ റിച്ചാർഡ്സൺ അങ്ങോട്ടേക്ക് റൺ നടത്തുന്നു. അവിടെ കോളോമോനെ റിച്ചാർഡ്സണിലോട്ട് കൊടുക്കുന്നു. റിച്ചാർഡ്സൺ എടുക്കുന്ന ഒരു ഷോട്ട് ഗോളായി കയറുകയാണ്. സോ യു ക്യാൻ ആസ്ക് വേർ ഈസ് ഗ്രാംബർഗ്, വേർ ഈസ് സബോസ്ലൈ, ടീം ഡിഫെൻഡ് ചെയ്യുന്നുണ്ടോ? സോ എന്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്തില്ല, എന്തുകൊണ്ട് അവിടെ വന്നില്ല എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ ത്രൂ ഔട്ട് മാച്ച് ഇന്നലെ ആ ഇൻറ്റൻസിറ്റി കൊടുത്ത ഒരു പ്ലെയർ സബോസ്ലൈ ആണുള്ള പറയാമല്ലോ. ബാക്കി ഗ്രാംബർഗ് ആണെങ്കിലും മക്കലിസ്റ്റർ ആണെങ്കിലും സോ ബാഡ് ബ്രോ. 2 പേരുടെ ഇമ്മാതിരി ഡ്രോപ്പ് ഓഫ് ഫോം, ഇമ്മാതിരി ഡ്രോപ്പ് ഓഫ് ഇൻറ്റൻസിറ്റി സ്റ്റഡി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സോ അത് പറയാതിരിക്കാം. മിഡ്ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇല്ല. മിഡ്ഫീൽഡിൽ ഇഫ് യു ഡോണ്ട് ഹാവ് ഇൻറ്റൻസിറ്റി ഇൻ മിഡ്ഫീൽഡ്, ഇഫ് യു ഡോണ്ട് ഹാവ് ലെഗ്സ് ഇൻ മിഡ്ഫീൽഡ്, നിങ്ങളുടെ മിഡ്ഫീൽഡേഴ്സ് സില്ലി പാസുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, സിമ്പിൾ പാസുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു സിനാരിയോ ആണെങ്കിൽ ഇങ്ങനെ കളിച്ചില്ലേ അത്ഭുതമുള്ളൂ. സോ
ലെറ്റ്സ് സീ ലിവർപൂളിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എന്താവുമെന്ന്. എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു ഇതാണ്. ആൻഡ് ടോട്ടനാമിന് ഇത് വളരെ അത്യാവശ്യമുള്ളൊരു പോയിൻ്റായിരുന്നു. കാരണം നിങ്ങളിപ്പോൾ പോയിൻറ്റ്സ് ടേബിൾ നോക്കുവാണെങ്കിൽ ടോട്ടനാം ഹോട്ട്സ്പർ 16ാം സ്പോട്ടിലുണ്ട്. 17ഉം 18ഉം കിടക്കുന്ന നോട്ടിംഗ്ഹാമിനും വെസ്റ്റ് ഹാമിനും 29ഉം ടോട്ടനാമിനും 30ഉമാണ്. സോ ഒരു ക്രൂഷ്യൽ 1 പോയിൻറ്റ്സ് തന്നെയാണ്. ടോട്ടനാമിന് ഈവൻ ദോ ലിവർപൂൾ എത്ര മോശം ഫോമിലാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ആൻഫീൽഡിൽ വന്നൊരു ഡ്രോ പിടിച്ചു എന്നുള്ളത് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന കാര്യമായിരിക്കാം. മേ ബി ആ ഒരു കോൺഫിഡൻസിൽ അവർക്ക് ഈ ഒരു സീസൺ നല്ലപോലെ എൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ്. സോ ലെറ്റ്സ് ഹോപ്പ് അവർ റെലഗേഷൻ അവോയ്ഡ് ചെയ്യുന്നുള്ളൊരു കാര്യം. സോ അവിടെ നമ്മൾ നേരെ യുണൈറ്റഡ് മാച്ചിലോട്ട് വരാനായിട്ടാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ 3-1 ഓൾഡ് ട്രാഫോർഡിൽ ആസ്റ്റൺ വില്ലിനെ തോൽപ്പിച്ചുകൊണ്ട് പോയിൻറ്റ്സ് ടേബിൾ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ 3 പോയിൻ്റ് ലീഡും ഓവർ ആസ്റ്റൺ വില്ല ആൻഡ് 7 പോയിൻ്റ് പുറകിലാണ് ഓവർ മാൻ സിറ്റി. തേർഡ് സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഐ തിങ്ക് യുണൈറ്റഡ് തേർഡ് സ്പോട്ട് ഓൾമോസ്റ്റ് സെക്യൂർ ചെയ്യുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം തൊട്ട് താഴെയുള്ള 3 ടീമും പോയിൻറ്റ്സ് എങ്ങനെ കളയണോ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡിന് നമ്മൾ നോക്കാനായിട്ടാണ് മിഡ് വീക്ക് മാച്ചുകളും മറ്റും ഒന്നുമില്ല. സോ കംഫർട്ടബിളി അവർക്ക് തേർഡ് സ്പോട്ട് പുഷ് ചെയ്യാം, അല്ല തേർഡ് സ്പോട്ട് ഫിനിഷ് ചെയ്യാം. സെക്കൻഡ് സ്പോട്ടിന് വേണ്ടി 4 പിടിച്ചാൽ പുഷ് ചെയ്യും. സോ അവിടെ നമ്മൾ നേരെ ഇന്നത്തെ ഈ മാച്ചിലോട്ട് വരാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് യുണൈറ്റഡ് ഇറക്കിയ ലൈനപ്പ് നമുക്ക് നോക്കാം. വീണ്ടും ഷെഷ്കോനെ ബെഞ്ച് ചെയ്യുമായിരുന്നു. കുഞ്ഞ സ്റ്റാർട്ട് ചെയ്തു, എംബൂമോ സ്റ്റാർട്ട് ചെയ്തു, അമാദ് വന്നു. അതിൻ്റെ ബാക്ക് ഫോറിൽ നമ്മൾ നോക്കാനാണെങ്കിൽ ലെനിയോറോ, മഗ്വയർ, ലൂക്ക് ഷോ, ഡാലോട്ട്. ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ബാക്ക് ഫോർ ഓൺ പേപ്പർ. നമ്മൾ ഓൺ പേപ്പർ പറയാനായിട്ടാണെങ്കിൽ ഒരു ഗ്രേറ്റ് ബാക്ക് ഫോർ അല്ല അത്. പക്ഷേ ദേ ഡിഡ് ദെയർ ജോബ്. അത് പോസിറ്റീവായിട്ട് പറയേണ്ട യുണൈറ്റഡിൻ്റെ കാര്യത്തിലൂടെ അത് അവിടെ നമുക്ക് ക്യാരിക്കിന് മാർക്ക് കൊടുക്കണം. ഇപ്പം ഈ ഒരു സെയിം ബാക്ക് ഫോർ ഇട്ട് ഗോളുകളും മറ്റു കോച്ചുകളെല്ലാം കൺസിഡർ ചെയ്യുന്ന സിനാരിയോയിൽ നിന്ന് ഇപ്പം അവരുടെ ഓൺ പേപ്പർ ശരിക്കും ലിസാൻഡ്രോയും ഡിലിറ്റും ആണല്ലോ അവരുടെ ഏറ്റവും ബെസ്റ്റ് സെൻറ്റർ ബാക്സ്. 2 പേരും അവൈലബിൾ അല്ല. പാട്രിക് ഡോർഗോ അവർ കൊണ്ടുവന്ന ലെഫ്റ്റ് ബാക്ക് അവൈലബിൾ അല്ല. സ്റ്റിൽ ലൂക്ക് ഷോനെ വെച്ച് അവർ കളിപ്പിക്കുന്നുണ്ട്. ഡാലോട്ട് റൈറ്റ് ബാക്ക് റോളും കളിക്കുന്നുണ്ട്. സോ വിത്ത് മഗ്വയർ ആൻഡ് ലെനിയോറോ അവർ നല്ലപോലെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു ഗോൾ കൺസിഡർ ചെയ്ത് വേറെ മോമെൻറ്റ്സ് ആസ്റ്റമില്ല. മോമെൻറ്റ്സ് ഉണ്ടായിരുന്ന ആസ്റ്റമില്ല ത്രെട്ടി ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ നമുക്ക് ക്യാരിക്കിന് മാർക്ക് കൊടുക്കണം. ആ ഒരു ബാക്ക് ഫോർ വെച്ച്, ആ ഒരു മിഡ്ഫീൽഡ് വെച്ച് ആൾ ഓർഗനൈസ്ഡ് ആയിട്ട്. ഇവൻ കസമീറോ ആണെങ്കിൽ പോലും ലെഗ്സ് ഇല്ല എന്ന് പറഞ്ഞെടുത്തോന്ന് ഇപ്പം കസമീറോ വേണം ഒരു സീസണോടെ നിർത്താമെന്ന് ഫാൻസ് പറയത്തക്ക രീതിയിലായി. ഹാസ് ബീൻ സോ ഗുഡ്. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് 0-0 ആയിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണ് കളി മാറിയത്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പം ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ഈ സീസൺ 16 അസിസ്റ്റ് ആയിട്ടുണ്ട്. 20 അസിസ്റ്റാണ് KDBയുടെ പേരിലുള്ള റെക്കോർഡ്. KDBയും തിയറി ഹെൻറിയും 2 പേരുടെയും പേരിലുള്ള റെക്കോർഡാണ്. ഈ ക്യാൻ ഈസിലി ബീറ്റ് ദാറ്റ്. ആൻഡ് യു ക്യാൻ ആർഗ്യൂ ഹി ഹാസ് ബീൻ ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ പ്രീമിയർ ലീഗ് ദിസ് സീസൺ എന്ന് വേണം ആർഗ്യൂ ചെയ്യാം വിത്തൗട്ട് എ ഡൗട്ട്. ടോപ്പ് 5 മിഡ്ഫീൽഡേഴ്സ് ഇൻ യൂറോപ്പ് ദിസ് സീസൺ. ഓൾ അക്രോസ് യൂറോപ്പ് പറയാനായിട്ടാണെങ്കിലും ബ്രൂണോ ഫെർണാണ്ടസ് ഓടുന്നുണ്ട്. സോ അന്യ ഇമ്പാക്റ്റാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഈ ടീമിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്നലത്തെ മാച്ചിലാണെങ്കിലും ഫസ്റ്റ് ഗോൾ അടിക്കുന്നതും അങ്ങനെയാണ്. ഇപ്പം ക്രോസ് ഇൻ ടു ദ ബോക്സ് സെറ്റ് പീസിലൂടെയാണ്. ബ്രൂണോയുടെ അസിസ്റ്റ്, കസമീറോ വന്ന് ഹെഡറിലൂടെ ഫിനിഷ് ചെയ്യുന്നു, 1-0 ലീഡ് എടുക്കുന്നു. സ്ഥിരം കോമ്പിനേഷൻ പറയാതിരിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് സെക്കൻഡ് ഗോൾ വരുന്നതും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്രൂണോയുടെ ഒരു മൊമെൻറ്റ് തന്നെയാണ്. ഈ ഫസ്റ്റ് ഗോൾ അവരടിച്ചതിന് ശേഷം ഒരു കാര്യം പറയും റോസ് ബാർക്ലിയിലൂടെ ഇപ്പോൾ മറ്റൊരു കോർണർ കിക്ക് സിറ്റുവേഷൻ ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടി റോസ് ബാർക്ലിയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു, 1-1 ആക്കി. പക്ഷേ ആ രണ്ടാമത്തെ ഗോള് നിങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു പാസ് ഉണ്ടല്ലോ, ആ ഒരു പാസ് ടു കുഞ്ഞ വാസ് സോ ഗുഡ് ബ്രോ. കുഞ്ഞയിലോട്ട് ഇരുന്നാൽ കുഞ്ഞയുടെ ബോക്സിലോട്ട് കിടന്നിട്ടുള്ള കുഞ്ഞയുടെ ഫിനിഷും അടിപൊളിയായിരുന്നു. ബട്ട് ദാറ്റ് പാസ് ഫ്രം ബ്രൂണോ വാസ് സോ ഗുഡ്. ആ 2-1 ഒരു ലീഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എടുക്കുകയാണ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഷെഷ്കോ വീണ്ടും ബെഞ്ചിൽ നിന്ന് ഇറങ്ങി. ഷെഷ്കോ സീസണിലെ 9ാമത്തെ ഗോളും സ്കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ 3ാമത്തെ ഗോൾ വരുന്നതും എനിക്ക് തോന്നുന്നു ഒരു സ്വിച്ച് ഓഫ് പ്ലേ ടു കുഞ്ഞ ബോക്സിലോട്ട് കിടന്നിട്ട് പാസ് ചെയ്യാനായിട്ട് ഷെഷ്കോയിലോട്ട് പാസ് റിലീസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ബ്ലോക്ക് ആവണം. പക്ഷേ അത് എങ്ങനെയൊക്കെയോ ഡിഫ്ലക്റ്റഡായി വീണ്ടും ഷെഷ്കോയിലോട്ട് ഇട്ടുന്ന ഷെഷ്കോയുടെ ഒരു ഷോട്ട് ഡിഫ്ലക്റ്റഡായി കയറുകയാണ്. 3-1 ഒരു കംഫർട്ടബിൾ വിക്ടറി ആയിട്ട് പോവുകയാണ്. സോ മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ടീമും സെയിം, ഓൾമോസ്റ്റ് സിമിലർ XB, ഓൾമോസ്റ്റ് സിമിലർ ബിഗ് ചാൻസസ് ക്രിയേറ്റഡ്, ഓൾമോസ്റ്റ് സിമിലർ ബിഗ് ചാൻസസ് മിസ്ഡ് ആസ് വെൽ. സോ ആ കാര്യത്തിലെല്ലാം സെയിം ആണ്. പക്ഷേ ത്രൂ ഔട്ട് ദ മാച്ച് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ ക്ലിയർലി യുണൈറ്റഡ് വേർ ദ ബെറ്റർ സൈഡ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒത്തിരി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും യുണൈറ്റഡിൻ്റെ കൺട്രോളി മാച്ച് പോലെ ഒരു ഫീൽ തന്നെയായിരുന്നു ത്രൂ ഔട്ട് ദ മാച്ച്. സോ സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ഇപ്പം ഈ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ഷെഷ്കോയുടെയൊക്കെ പെർഫോമൻസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നോക്കാം യുണൈറ്റഡ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന്. എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ? യുണൈറ്റഡ് തേർഡ് സ്പോട്ട് കൺഫേം ആക്കിയോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗ് എന്തായാലും യുണൈറ്റഡ് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പോൾ സ്ക്വാഡ് ഡെപ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ് യുണൈറ്റഡിന്. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും വിശേഷങ്ങളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.